ശ്രീ ജോസഫ് പുതുശ്ശേരി, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. തീർച്ചയായും ശ്രീ ശാസ്ത്രമംഗലം ഇത് കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം ഇതിലൊന്നും കാണേണ്ടതില്ല. മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ചോട്ടെ, അദ്ദേഹം പറഞ്ഞ വാദമുഖങ്ങൾ കറക്റ്റ്, അക്സെപ്റ്റഡ്. ഒരൊറ്റ പോയിന്റ് തിരിച്ചുള്ളൂ. ഹിസ് ഓൺ വിജിലൻസ് ഡയറക്ടർ സെഡ് അദ്ദേഹം രാജിവെക്കാൻ പോകുന്നു എന്ന്. ആൻസർ ദാറ്റ് ഈസ് എ ഗെയിം ചേഞ്ചർ. അതാണ് ഗെയിം ചേഞ്ചർ. അവിടെയാണ് പ്രോബ്ലം. ശരി, അവിടെ കാരണം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം, കാരണം അന്വേഷണ കീഴുദ്യോഗസ്ഥനാണെങ്കിലും അതിന്റെ പൂർണ്ണ അതിന്റെ ഇതും മൊത്തത്തിലുള്ള മെറിറ്റും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും വിജിലൻസ് ഡയറക്ടറുടെ നൽകിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഉദ്യോഗസ്ഥനാണെങ്കിൽ കൂടി ആ ഉദ്യോഗസ്ഥൻ രാജിവെച്ചിരിക്കുന്നു. അവിടെ മാണിസാർ ധാർമ്മികതയുടെ വശങ്ങൾ പറയുന്നുണ്ടെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് രാജിവെക്കില്ല എന്ന് 100 വട്ടം പറയുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ രാജിവെച്ച് പോകുന്നു. അതിന് മറുപടി സർക്കാർ പറയേണ്ടി വരുന്നു. ഒറ്റ കാരണത്താൽ ജോസഫ് പുതുശ്ശേരി, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? അദ്ദേഹം ടെലിഫോൺ കട്ട് ചെയ്ത് അദ്ദേഹം പോയി. അദ്ദേഹം എന്തായാലും വളരെ സുപ്രധാനമായ ഒരു പോയിന്റ് തന്നെയാണ് താങ്കൾ ഉയർത്തിയത്. എന്തായാലും അവിടെ നിന്ന് തന്നെ എന്തായാലും തുടങ്ങാം. ശ്രീ ശാസ്ത്രമംഗലം അജിത്ത്, ഒരു ഉദ്യോഗസ്ഥൻ, കാരണം ഉദ്യോഗസ്ഥൻ പോകുന്നത് ഗൗരവതരമല്ലേ? അതിനകത്ത് വളരെ ഗ്രേവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അത് തന്നെ ഒരു സൂചനയാണോ ഇതിന്റെ ഈ ഇന്നത്തെ കോടതിയുടെ മെറിറ്റിന്റെ അത് കൂടുതൽ വർദ്ധിപ്പിക്കുകയാണോ അതിന്റെ സാഹചര്യം? വിജിലൻസ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വിജിലൻസിന്റെ ഹെഡാണ്. ഹി ഈസ് ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ ആ ഗ്രാവിറ്റി നോക്കൂ. ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ അതൊന്നുമല്ല. ദ വിജിലൻസ് ഡയറക്ടർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കോർട്ട് ഓർഡർ സേസ് ഐ ആം ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി, ഐ ആം ഗെറ്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് മീൻസ് ദി എൻ്റയർ റിപ്പോർട്ട് എക്സാക്ട്ലി ദ അലിഗേഷൻ ബൈ ദ കോർട്ട് അത് കറക്റ്റ് ആയില്ലേ? അത് പ്രഷർ ഉണ്ടായിരുന്നുള്ളത് കറക്റ്റ് ആയില്ലേ? ഇനി എങ്ങനെ ഏത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഇനി KM മാണി അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ? അതിന്റെ ആ ഒരു മാണിയുടെ ആ വാക്കുകൾ നമ്മൾക്ക് കേൾക്കേണ്ടതുണ്ട്. എന്തായാലും KM മാണി ഇതിന്റെ പ്രതികരണം വന്ന ഉടൻ തന്നെ, കോടതി വിധി വന്ന ഉടൻ തന്നെ അദ്ദേഹം പ്രതികരിച്ചത്, അദ്ദേഹം പാലായിൽ നടത്തിയ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും ഇക്കാര്യം ഇതൊന്നും തന്നെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി തന്നെ ഈ ഒരു കോടതിയുടെ വിധി അദ്ദേഹം കാണുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരിവയ്ക്കോ ഇല്ലയോ എന്നുള്ളതല്ല. പ്രതിപക്ഷം അവരൊക്കെ ആവശ്യപ്പെട്ട് ഇനിയും അന്വേഷണം വേണം. എൻ്റെ അഭിപ്രായം ഇനി അന്വേഷണം നടക്കണം എന്നുള്ളതാണ്. കാരണം എന്തിനാ, ഇത് ജഡ്ജ്മെൻ്റ് ഉണ്ടായതിനു ശേഷം അയ്യോ മുഴുവൻ അന്വേഷണം നടത്തിയില്ല എന്ന് പറയുന്നേക്കാൾ നല്ലത് മുഴുവൻ അന്വേഷണവും നടത്തി സത്യം പുറത്തു വരികയല്ലേ നല്ലത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അവസാനം തെളിയും. ഞാൻ സത്യത്തെ മുറുകെ പിടിക്കുന്നു, സത്യം അവസാനം തെളിയും. കോടതി വിധിയെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല, ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിനെ. കൂടുതൽ തെളിവുകൾ ഉണ്ടാവട്ടെ, കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ, അത് നല്ല കാര്യമാണ് എന്നാണ്. ഇതായിരുന്നു KM മാണിയുടെ പ്രതികരണം. ജോസഫും പുതുശ്ശേരി എന്തായാലും ടെലിഫോൺ ലൈനിൽ വീണ്ടും ചേരുന്നു. താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് കരുതുന്നു ജോസഫ് പുതുശ്ശേരി. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ കേട്ടില്ല. താങ്കൾ കട്ട് ചെയ്ത് പോയതോടുകൂടി എന്തായാലും ശാസ്ത്രമംഗലം അജിത്ത് അടക്കം ആ ചോദ്യം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോയതെന്നാണ് കരുതിയത്. തീർച്ചയായും ഇവിടെ അദ്ദേഹം അല്ലല്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അവിടെ ഒരു തെറ്റിദ്ധാരണ വന്നു പോയതാണ്. ഇവിടെ കാതലായൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. അതിന് ദയവായി അങ്ങ് മറുപടി. കാരണം ഇന്നൊരു വിജിലൻസിന്റെ ഡയറക്ടറാണെന്ന് രാജിവെച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം ആര് നൽകും? ഇവിടെ KM മാണി ഇപ്പോൾ ബൈറ്റ് ഞങ്ങൾ പ്ലേ ചെയ്തല്ലോ. അവിടെ പറയുന്നു എന്തായാലും രാജിവെക്കാൻ താൻ എന്തായാലും സന്നദ്ധനല്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ ഇവിടെ ഒരു എക്സിക്യൂട്ടീവിന്റെ തലവൻ ഇവിടെ രാജിവെച്ചിരിക്കുന്നു. അതിനെന്ത് മറുപടി നൽകും? ഞാൻ അങ്ങ് പറഞ്ഞതിന് ആദ്യം മറുപടി നൽകുകയാണ്. പിന്നെ ഞാൻ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. തിരിച്ചെടുത്തു. നിങ്ങൾ കൊടുക്കുന്ന ഇല്ല അത് ആലങ്കാരികമായ സംഭാഷണത്തിൽ വന്നത്. അത് തിരിച്ചെടുക്കുകയും ചെയ്തു. നമ്മൾ വസ്തുതയിലേക്ക് വരൂ ദയവായി. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു മാത്രം പോയാൽ മതിയോ? അതിൽ കൊടുക്കുന്ന സന്ദേശം തെറ്റായ സന്ദേശമാണ്. ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ഇനി വസ്തുതയിലേക്ക് ഞങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. കാരണം KM മാണി ഇന്നലെ ഉണ്ടായിരുന്ന കാര്യത്തിനപ്പുറത്ത് ഇന്നൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നു, അന്വേഷണം നടന്നു, കോടതി റിപ്പോർട്ട് കൊടുത്തു. കോടതി ഇന്ന് റിപ്പോർട്ട് പരിഗണിച്ചു, കൂടുതൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അതേ പൊസിഷനിൽ ആ കാര്യം നിൽക്കുകയാണ്.
അത് കേരളത്തിന്റെ പിന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉള്ള കീഴ്വഴക്കങ്ങളുണ്ട്. ഇങ്ങനെ കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ട് ഇടതു മുന്നണി മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ടോ? ഐക്യജനാധിപത്യ മുന്നണി മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ടോ? ശ്രീ പുതുശ്ശേരി, ഇവിടെ ഈ പറയുന്ന പ്രതിപക്ഷം ഉന്നയിക്കുന്ന വാദഗതികൾ കണ്ടുകൊണ്ടാണ് ഒരു കോടതി ന്യായാന്യായങ്ങളുടെ മെറിറ്റിലേക്ക് കടക്കുന്നത്? അത് നിങ്ങൾ പറയുന്ന വ്യാഖ്യാനമാണ്. ഞാൻ കോടതിയെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. കോടതി ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല എന്ന് പ്രാഥമികമായി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നിങ്ങൾ പിന്നെ പ്രകടിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാൻ. കോടതിയുടെ ഒരു വിധി ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കോടതി പറഞ്ഞിരിക്കുന്നത് തുടരന്വേഷണം വേണം. കൂടുതൽ സംശയ നിവൃത്തി ഉണ്ടാവാൻ, വ്യക്തത ഉണ്ടാവാൻ വേണ്ടി തുടരന്വേഷണം വേണം എന്ന് കോടതി പറഞ്ഞാൽ അത് കുറ്റവാളിയാണ് എന്ന് പിന്നെ പ്രഖ്യാപിച്ചു എന്നല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കോടതി പറയും. കോടതി വിധിയെക്കുറിച്ച് ബോധ്യമുള്ള അഭിഭാഷകരടക്കമുള്ള ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവർക്കറിയാമല്ലോ കോടതി ഒരു കുറ്റവാളിയാണ് എന്ന് പറയുമെങ്കിൽ, അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കണമെങ്കിൽ അതിനനുസൃതമായ കോടതിയുടെ വിധി പ്രഖ്യാപനം ഉണ്ടാകും. ഇവിടെ നല്ലൊരു അഭിഭാഷകൻ പറഞ്ഞു കഴിഞ്ഞു ശാസ്ത്രമംഗലാജിത്ത്. കാരണം ഒരു വൻമരത്തിന്റെ പതനത്തിന്റെ തുടക്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അല്പം സമയം. അതൊക്കെ അദ്ദേഹത്തിന്റെ ആലങ്കാരികമായ പ്രയോഗങ്ങൾ. അത് പിന്നെ അഭിഭാഷകൻ അങ്ങനെ പറയാൻ കഴിയുന്നത്? നിങ്ങൾ ഈ പറയുന്ന അഭിഭാഷകൻ എന്ന പ്രയോഗം കൊണ്ട് ഞാൻ ചോദിക്കുക, നിയമം വ്യാഖ്യാനിച്ചാൽ വൻമരത്തിന്റെ പതനമാണ് എന്ന അഭിഭാഷകൻ നിയമപരമായ വ്യാഖ്യാനം എങ്ങനെയാണ് നൽകുന്നത്? എനിക്കതൊന്ന് വിശദീകരിച്ച് തന്നാൽ ഞാൻ അതിന് മറുപടി പറയാം. ഞാൻ അതുകൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചോദിച്ചോളൂ. ഒരു കാര്യം പറയൂ. ഈ സാർ പുതുശ്ശേരി സാർ, ഹലോ സാർ, ഫൈനാൻസ് മിനിസ്റ്റർ സാർ, പ്ലീസ് സാർ, 1 മിനിറ്റ് സാർ, ഫൈനാൻസ് മിനിസ്റ്റർ കെ എം മാണി ഞാനോ അങ്ങ് LLB കാരാണോ എന്ന് എനിക്കറിയില്ല, ഞാനോ അങ്ങോ തീർച്ചയായിട്ടും മേടിച്ചതിനെക്കാട്ടി കൂടുതൽ മാർക്ക് BL മേടിച്ചു. ഈ റാങ്ക് ഹോൾഡർ ജസ്റ്റിസ് ഗോവിന്ദന്റെ ജൂനിയർ ആയിരുന്നു. അറിയാമോ? ജസ്റ്റിസ് ഗോവിന്ദന്റെ ജൂനിയർ ആയിരുന്നു അദ്ദേഹം. ഹി സ്റ്റാർട്ടഡ് ഹിസ് പ്രാക്ടീസ് ഇൻ കാലിക്കറ്റ് ബാർ. So he knows the legal implications better than us. ഈ കോടതി വിധി വൻമരത്തിന്റെ പതനമാണ് എന്ന് അങ്ങയുടെ വ്യാഖ്യാനം കോടതി പരാമർശിക്കുന്ന ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന എന്റെ സംശയ നിവാരണത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഈ രാജിവെക്കണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഈ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെന്നാൽ ഇതേ കണ്ടാൽ സല്യൂട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയെടുക്കാനാണ് പോകുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത് മാന്യമായിട്ട് ധാർമ്മികതയുണ്ടെങ്കിൽ, പൊതുസമൂഹത്തിൽ പ്രവർത്തനത്തിൽ ധാർമ്മികതയുണ്ടെങ്കിൽ ഇങ്ങനെ കോടതി തുടരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈ വിജിലൻസ് ഡയറക്ടർ പോലും രാജിവെച്ച സാഹചര്യത്തിൽ ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറയേണ്ടതാണ് മാണിക്കേണ്ട ധാർമ്മികത. ഞാൻ അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷ മുന്നണിയിൽ VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ബഹുമാന്യയായ ആരോഗ്യമന്ത്രി TK ശ്രീമതി ടീച്ചർക്കെതിരെ കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ ശ്രീ പുതുശ്ശേരി, താങ്കൾ കേൾക്കാമോ? സുരേന്ദ്രപിള്ള, ശ്രീ ജോസഫ് പുതുശ്ശേരി, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. താങ്കളുടെ അടുത്ത സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ട്. കാരണം എന്തായാലും പുറത്തുനിന്നുള്ളവർ പറയുമ്പോഴാണ് താങ്കൾക്ക് എന്തായാലും ഖണ്ഡിക്കാൻ, കൂടുതൽ ആവേശത്തോടുകൂടി ഖണ്ഡിക്കാൻ കഴിയും. അദ്ദേഹം എന്തായാലും അല്ല പത്മമല്ല, അവിടെ എല്ലാ മാണിസാറിന്റെ ദൗർബല്യങ്ങളെയും ശ്രീ പുതുശ്ശേരി, മാണിസാറിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാമെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ് സുരേന്ദ്രൻപിള്ളയ്ക്ക് 2 കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട് താങ്കളോട്. കാരണം താങ്കൾ എന്തായാലും 1-2 അഴിമതികളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ സമരസപ്പെടുത്തിക്കൊണ്ട് ആണ് സംസാരിച്ചത്. താങ്കളിലേക്ക് എത്താൻ ഇപ്പോൾ പിണറായി വിജയൻ പ്രതികരിക്കുന്നു. അതിലേക്ക് പോയ ശേഷം മറ്റ് ചർച്ചകളിലേക്ക്. ഗുരുതരമായ അവസ്ഥയാണ് കോടതി വിധിയോടെ വന്നിട്ടുള്ളത്. മാണി ഒരു നിമിഷം പോലും സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റും അധികാരത്തിൽ തുടരാൻ അർഹതയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് അടിയന്തരമായും നമ്മുടെ സംസ്ഥാനത്ത് നടക്കേണ്ട കാര്യം. മാണി രാജിവെച്ചൊഴിയണം. ഉമ്മൻചാണ്ടി അധികാരത്തിൽ തുടരാനുള്ള അർഹതയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും നേരിടാം എന്നാണ് KM മാണി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് രാജിവെക്കാൻ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇതിൽ വ്യക്തമാകുന്നത്. KM മാണി പറഞ്ഞത് യഥാർത്ഥത്തിൽ കോടതി വിധിയെ തന്നെ പരിഹസിക്കലാണ്. കോടതിയുടെ ഒരു അഭിപ്രായം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കോടതിയുടെ ഒരു അഭിപ്രായമല്ല. കോടതിയുടെ മുന്നാലെ വന്ന റിപ്പോർട്ടിന്മേൽ കേസുകൾ വന്ന് ആ കേസിൻ്റെ കാര്യത്തിലുള്ള നിലപാടാണ് കോടതി പറഞ്ഞിരിക്കുന്നത്.
ആ റിപ്പോർട്ട് കോടതി എന്താ ചെയ്തത്? തിരിച്ചു കൊടുക്കുക ചെയ്ത്. റിപ്പോർട്ട് കയ്യിൽ വെച്ചോളൂ, ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ തുറന്ന് അന്വേഷിക്കണമെന്ന് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ തന്നെ ചുമതലപ്പെടുന്ന നിലപാടാണ് കോടതി എടുത്തിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ആ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. മാണി വിദണ്ഡവാദങ്ങളൊന്നും ഉന്നയിക്കാതെ അടിയന്തരമായും രാജിവെച്ച് ഒഴിയുന്നതാണ് നല്ലത്. കൂടുതൽ വഷളാകുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നന്നാവുക. പിണറായി വിജയൻ പ്രതികരിക്കുകയായിരുന്നു. കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു. കോടതി വിധിയെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങൾ വെല്ലുവിളിയാണ് കോടതിക്ക് നേരെ നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ശ്രീ പുതുശ്ശേരി, താങ്കൾ കേൾക്കാമല്ലോ? താങ്കൾക്ക് പുതുശ്ശേരി, ഇവിടെ പിണറായി ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്, രാജി ആവശ്യം. അവിടെ ഇന്നിപ്പോൾ താങ്കൾ പറയുന്നത് സമാന സാഹചര്യങ്ങളിൽ മുൻപും ഉണ്ടായിട്ടുണ്ട് LDF സർക്കാരിൻ്റെ കാലത്തും. അവിടെ എന്തായാലും ആ സർക്കാരിലൊക്കെ പങ്കാളിയായിരുന്ന വ്യക്തി കൂടിയാണ് ശ്രീ സുരേന്ദ്രൻപിള്ള. സുരേന്ദ്രൻപിള്ള, താങ്കൾക്ക് തന്നെ ചോദിക്കാം പുതുശ്ശേരിയോട്. അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. പുതുശ്ശേരി, ഇപ്പോൾ മാണി സാർ രാജിവെക്കണമെന്ന് ഈ നാട് മുഴുവൻ ആഗ്രഹിക്കുന്ന ഇപ്പം മാത്രമല്ല, ഇപ്പോൾ അതിനൊരു രണ്ടാമത്തെ ഒരു കാരണമുണ്ടായി. കാരണം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് തെറ്റാണ്, അത് തുടരന്വേഷണം വേണം. പുനരന്വേഷണമല്ല, എപ്പോഴും പുനരന്വേഷണം എന്ന് പറയുന്നു. പുനരന്വേഷണം അല്ല കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്, തുടരന്വേഷണമാണ്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ തുടരന്വേഷണം എന്നാണ്. ആ തുടരന്വേഷണം വേണം എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലഘട്ടത്തിൽ പുതുശ്ശേരി ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ശ്രീമതി ടീച്ചർ കുട്ടികളെ ഇൻഫെക്ഷൻ ബാധിച്ച് കുട്ടികൾ മരിച്ചപ്പോൾ അന്നത്തെ BJP കൊടുത്ത ഒരു അന്യായത്തിൻ്റെ വെളിച്ചത്തിൽ പോലീസ് FIR എടുത്തു. FIR എടുത്തേ ഉള്ളൂ, ആ കേസ് റെഫർ ചെയ്ത് പോയി. അതാണോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മറന്നു പോകരുത്. പല കാര്യങ്ങളും നമ്മൾ പ്രീസിഡൻ്റായിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്. 2004 PJ ജോസഫ് എന്തിനാണ് രാജിവെച്ചത്? പുതുശ്ശേരി നമുക്കറിയാമല്ലോ. 2008 TU കുരുവിള എന്തിനാണ് രാജിവെച്ചത്? PJ ജോസഫിൻ്റെ പേരിൽ എന്ത് കേസായിരുന്നു ഉണ്ടായത്? PJ ജോസഫ് ഒരാളിനോട് അല്ലെങ്കിൽ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്നൊരാക്ഷേപം വന്നു. അവിടെ IGP ആയിരുന്ന സന്ധ്യ അന്വേഷിച്ചു, റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു. ആ റിപ്പോർട്ടിൽ PJ ജോസഫ് പറഞ്ഞതിന് വിരുദ്ധമായി ചില പരാമർശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒറ്റയടിക്കത് ഒരു കോടതിയും പറഞ്ഞില്ലല്ലോ. ഏതെങ്കിലും കോടതി അന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്തു, രാജിവെച്ചു. അത് നമ്മുടെ മുന്നിലില്ലേ? അതുപോലെ തന്നെ TU കുരുവിള എന്തിനാണ് രാജിവെച്ചത്? KG എബ്രാം എന്ന് പറയുന്ന ആളുമായിട്ട് കുവൈറ്റിലുള്ള ഒരു വ്യവസായിയുമായിട്ട് നടത്തിയ പണ ഇടപാടിൽ അത് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അതിൻ്റെ ട്രാൻസ്പെറൻസി ഉൾക്കൊണ്ടില്ല, ട്രാൻസ്പെറൻസി വെളിച്ചത്ത് കൊണ്ടുവന്നില്ല. ഇങ്ങനൊരു പരാമർശം വന്നുകൊണ്ടല്ലേ TU കുരുവിള രാജിവെച്ചത്. അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി തെളിവ് കേരളത്തിൽ സംസാരിക്കുന്ന ജീവിക്കുന്ന തെളിവുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ. അപ്പോൾ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കോടതി ഇന്നലെ സംഭവിച്ചത് ഇന്നും സംഭവിച്ചുള്ളൂ എന്ന് ലാഘവ ബുദ്ധിയോടുകൂടി പുതുശ്ശേരി ഇത്തരം കാര്യങ്ങൾ കാണരുത്. നമ്മളെല്ലാം ഈ രാഷ്ട്രീയ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളാണ്. KM മാണി സാർ രാജിവെച്ചാൽ ഈ രാജ്യത്തൊന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന് അഗ്നിശുദ്ധി നടത്തി, പുതുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞ അഗ്നിശുദ്ധി നടത്തി നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാമല്ലോ. രാജിവെക്കണമെന്ന് പറഞ്ഞ ഒരു കോടതി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇന്നലെ വരെ ഈ നിമിഷം വരെ പറഞ്ഞതെല്ലാം കളവാണ്. ആ കളവ് ഇനിയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ അത് കളവാണ് എന്ന് ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ടാണല്ലോ വിൻസെന്റ് പോൾ അപ്പം തന്നെ രാജിവെച്ച്. ചോദ്യത്തിന്റെ രത്ന ചുരുക്കം ഇതാണ്. കാരണം എന്തായാലും സമരസപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പല ഉദാഹരിക്കപ്പെടുമ്പോൾ ഗ്രാവിറ്റി ഇന്നത്തെ അവസ്ഥയ്ക്ക് കൂടുതലാണ്. അതിനെ എന്തായാലും നിയമ സംവിധാനത്തിൽ നിന്നുള്ള വിധി കൂടിയാകുമ്പോൾ പറയുന്ന വാദഗതികൾ പൊള്ളയാകുന്നു. പുതുശ്ശേരി, ബഹുമാനായ സുരേന്ദ്രൻപിള്ള എന്നാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജി ആയത് എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം വിധിന്യായ അങ്ങനെ പറഞ്ഞത് ഞാനിവിടെ കേട്ടിരിക്കുക. അല്ല, ജഡ്ജി പറഞ്ഞതായിട്ട് അങ്ങ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് എനിക്കിതുവരെ ഒരു ജഡ്ജ്മെന്റ് ഞാൻ കണ്ടിട്ടില്ല. ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഇതെല്ലാം തെറ്റാണ് എന്ന് വിജിലൻസ് കോടതി ജഡ്ജി പറഞ്ഞതായി സുരേന്ദ്രൻപിള്ള പറഞ്ഞത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചാൽ. ചോദ്യം അതല്ലായിരുന്നു. അന്നത്തെ ധാർമ്മികത
സുരേന്ദ്രപിള്ള പറഞ്ഞ ചോദ്യം അത് തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് പുതുശ്ശേരി. പുതുശ്ശേരി, ഞാൻ പറഞ്ഞത് നിങ്ങൾ അന്വേഷിച്ച് വിൻസെന്റ് പോൾ കൊടുത്ത റിപ്പോർട്ട് തെറ്റാണ്, അത് കോടതിക്ക് വിശ്വാസമില്ല, കോടതി അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു, കോടതിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. സുരേന്ദ്രപിള്ള പറഞ്ഞ സമയത്ത് ഞാൻ അത് ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുകയുള്ള അതിനുശേഷം മാത്രമേ അദ്ദേഹം മറുപടി എനിക്ക് സുരേന്ദ്രപിള്ളയ്ക്ക് കൈമാണി രാജിവെക്കണമെന്ന് കാരണം പിന്നെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് എങ്ങും എത്തിപ്പെടാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയാൽ പിടിവള്ളി പിടിച്ച് കയറാൻ ആരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതിനേക്കാളൊക്കെ വ്യാപകമായി അഴിമതിയും മറ്റു കാര്യങ്ങളും ഒക്കെ കേരളത്തിൽ ചർച്ച ചെയ്തതാണ്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. 3 ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി തുടർച്ചയായി ഇടപെടുകയല്ല, ദയവായി കാരണം ആ കാതലായ ചോദ്യത്തിൽ നിന്ന് താങ്കൾ വഴി മാറില്ല. ചോദ്യം സുരേന്ദ്രപിള്ള 10 മിനിറ്റ് കൊണ്ട് സംസാരിച്ച കാര്യം ഞാൻ പിന്നെ 1 സെക്കൻഡ് കൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. പറഞ്ഞോളൂ ആ സബ്ജക്റ്റിൽ ഊന്നി താങ്കൾക്ക് പറഞ്ഞോളൂ. നിങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാം എന്ന് വിചാരിച്ചാൽ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു പ്രയോജനം അല്ലല്ല. ആർഗ്യുമെന്റ് പറയാനാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇല്ലല്ല, പറഞ്ഞോളൂ. കാമ്പുള്ള ചോദ്യത്തിന് കാമ്പുള്ള മറുപടി. കാമ്പുള്ള ചോദ്യം അല്ല എന്ന് ഞാൻ ആദ്യം പറയുകയാണ്. കാരണം കേരളത്തിൽ തുടരന്വേഷണം എന്ന് പറഞ്ഞ പ്രക്രിയ നടന്നിട്ടുണ്ട്. ഒരു മന്ത്രിയും കേരളത്തിൽ രാജിവെച്ചിട്ടില്ല. പിന്നെ കോടതി വിധിയോടുള്ള വെല്ലുവിളിയാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോ എനിക്ക് വളരെ തമാശ. കോടതിയെ വെല്ലുവിളിക്കുകയും ചീഫ് ജസ്റ്റിസിനെ നാട് കടത്തുകയും ഒക്കെ ചെയ്ത പാർട്ടിയും അതിന്റെ നേതാവും കോടതിയോടുള്ള വെല്ലുവിളിയാണ് എന്നൊക്കെ കോടതിയോടുള്ള ബഹുമാനാദരവുകൾ പ്രകടിപ്പിക്കുന്ന കേൾക്കുമ്പോൾ ശ്രീ ജോസഫ് പുതുശ്ശേരി, ഇത് സുരേന്ദ്രൻപിള്ളയല്ല ഇടപെടുന്നത്, ഞാൻ തന്നെ ഇടപെട്ടുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം TU കുരുവിളയും ജോസഫും അന്ന് രാജിവെക്കാനുള്ള സാഹചര്യം ഇത്രത്തോളം ഇതിന്റെ ഗ്രാവിറ്റി നിശ്ചയിക്കപ്പെടുകയാണെങ്കിൽ, അതാണ് താരതമ്യം ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനുള്ള മറുപടി ദയവായി. അതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പം കടക്കുന്നില്ല. അതേ അവസരത്തിൽ കോടതി ശിക്ഷിച്ചിട്ടുള്ള കോർട്ടലക്ഷ്യ കേസിലടക്കം കോടതി ശിക്ഷിച്ചിട്ടുള്ള മുന്നണിയുടെ മുഖ്യമന്ത്രിയും മന്ത്രിയും രാജിവെച്ചിട്ടില്ല കേരളത്തിൽ. അതെന്താ സുരേന്ദ്രപിള്ളയെ ഓർക്കാത്തത്? താങ്കൾക്ക് എന്തായാലും ഓർമ്മപ്പിഴവ് സംഭവിക്കാത്ത ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അന്ന് KM മാണി അടക്കമുള്ളവരാണ് രാജി ആവശ്യപ്പെട്ടത്. അത് വീണ്ടും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഏറ്റവും ബഹുമാനായ മുഖ്യമന്ത്രി എന്ന് ഞാൻ വിശേഷിപ്പിച്ച് ബഹുമാന ആദരവോടുകൂടി EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോ കോടതി അലക്ഷ്യ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് അദ്ദേഹം രാജിവെച്ചിട്ടില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ പാലോട് മുഹമ്മദ് കുട്ടി കോടതി അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന പോലെ ആയിരിക്കുന്നത്. രാജിവെച്ചിട്ടില്ല. പുതുശ്ശേരിക്ക് അങ്ങനെ പറഞ്ഞാലേ പറ്റൂ. പുതുശ്ശേരി അങ്ങനെ പറയും. മന്ത്രിമാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ മന്ത്രിമാരുടെ രാജിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണ കമ്മീഷൻ കോടതി എന്തായാലും താങ്കളെ വീണ്ടും ഞാൻ ടെലിഫോൺ ലൈനിൽ, കാരണം താങ്കളുടെ സാങ്കേതിക തകരാറ് ടെലിഫോൺ ലൈനിലുണ്ട്, വീണ്ടും ബന്ധപ്പെടാം. എന്തായാലും ശാസ്ത്രമംഗലം അജിത്ത്, ഇത് തുടർ നിയമ വശങ്ങൾ എങ്ങനെയായിരിക്കാം? എന്തായാലും ഒട്ടേറെ വാദഗതികൾ, അപ്പോൾ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്താൽ പോരെ, ഇതിൻ്റെ നിയമത്തിൻ്റെ ഗ്രാവിറ്റി സംബന്ധിച്ച് പലകുറി എന്തായാലും ഒന്നടങ്കം സർക്കാരടക്കം മുഖ്യമന്ത്രി അടക്കം ഇതിൻ്റെ ഗ്രാവിറ്റി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് എത്രത്തോളം അതിൻ്റെ ഗ്രാവിറ്റി ഉണ്ട്, തുടർ ചലനങ്ങൾ ഏത് രീതിയിലായിരിക്കും, നിയമപരമായ വശത്തിൽ താങ്കൾ എന്തായാലും അതിൻ്റെ ചർച്ച, അത് പോയിന്റുകൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് സംസാരിക്കണം. ശ്രീ ശാസ്ത്രമംഗലം അജിത്ത്, ഇതിൻ്റെ നിയമവശം പരിശോധിച്ചാൽ എന്തായാലും ഉത്കണ്ഠയോടുകൂടി കാണേണ്ടതില്ല എന്ന് സർക്കാർ ഒന്നടങ്കം പറയുന്നു, മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ തുടർചലനങ്ങൾ, കാരണം കേസിൻ്റെ നാൾ വഴികളടക്കം താങ്കൾക്ക് ബോധ്യമുള്ളതാണ്. പല ഘടകങ്ങൾ പരിശോധിച്ചു, അതെല്ലാം കഴിഞ്ഞ് കോടതി ഒരു നിരീക്ഷണത്തിലേക്ക്, ഒരു വിധിയിലേക്ക് എത്തുമ്പോൾ യാതൊരു സംശുദ്ധതയുമില്ലാത്ത ഒരു നിരീക്ഷണത്തിലേക്ക്, മുൻവിധിയോടുകൂടി ഒരു നിരീക്ഷണത്തിലേക്ക് എന്തായാലും കോടതി പോകില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ എത്രത്തോളം കാമ്പുള്ള വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്? ഈ ഒരു വിജിലൻസ് കേസിൻ്റെ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണ ഒരു വിജിലൻസ് കേസ്, സാധാരണ ഒരു പോലീസ് കേസ് പോലെ ഒരു FIRൽ നിന്നല്ല തുടങ്ങുക. ഒരു വിജിലൻസ് കേസ് തുടങ്ങുന്നത് അതിന് സംബന്ധമായ ഒരു പരാതി വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയാൽ ആ പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി അവർ പ്രാഥമികമായി ഒരു അന്വേഷണം നടത്തുന്നു. അതിന് ചില ആൾക്കാർ പ്രിലിമിനറി എൻക്വയറി എന്ന് വിളിക്കും, ചിലപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് വിളിക്കും. എന്തായാലും അത്തരത്തിലൊരു അന്വേഷണം, ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം ആ പരാതിയിൽ അല്പമെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആ കേസിനകത്ത് FIR രജിസ്റ്റർ, അതായത് പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് SP യുടെ റാങ്കിൽ താഴെയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ
നിർദ്ദേശിക്കും. അങ്ങനെ എസ് പിയുടെ ലെവലിൽ FIR രജിസ്റ്റർ ചെയ്യും. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് അന്വേഷണം തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഈ കേസിനകത്ത് നമുക്ക് പരിശോധിക്കാം. ഈ കേസിനകത്ത് ദർ വാസ് എ പ്രിലിമിനറി എൻക്വയറി, ഒരു QVC ഉണ്ടായിരുന്നു. QVCക്കകത്ത് ഫൈൻഡിങ്സ് വെയർ എഗൻസ്റ്റ് ദി അക്യൂസ്ഡ്. ആരോപണ വിധേയനായ ആൾക്കാർക്കെതിരെയായിരുന്നു ഫൈൻഡിങ്സ്. ആ ഫൈൻഡിങ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തു, വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തു. ഈ ഡിപ്പാർട്ട്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിലിമിനറി എൻക്വയറി ജനറേറ്റ് ചെയ്യുന്നത് ഒരു SP റാങ്ക് ലെവലിലാണ്. ആ SP റാങ്ക് ലെവലിലല്ല ഇത് ടെർമിനേറ്റ് ചെയ്യുക. ഒരു പ്രിലിമിനറി എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പൂർണ്ണമായ ഡിസ്ക്രിപ്ഷൻ ഒരു സൂപ്രണ്ട് ഓഫ് പോലീസിനില്ല. ദാറ്റ് വിൽ ഗോ ടു അത് വിജിലൻസ് ഡയറക്ടർ വരെ ആ ഫയൽ ട്രാവൽ ചെയ്യും. വിജിലൻസ് ഡയറക്ടർ വരെ ആ ഫയൽ ട്രാവൽ ചെയ്തതിന് ശേഷം ദ ഡിസിഷൻ ടു രജിസ്റ്റർ an FIR ഈസ് ടേക്കൺ അറ്റ് ദി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ ഇപ്പോഴും മുഖ്യമന്ത്രി പോലും ഒരു സ്റ്റേറ്റിന്റെ ഭരണാധികാരി പോലും ഇന്ന് കോടതി വിധിയെ അദ്ദേഹം വ്യാഖ്യാനിച്ചറിയല്ല, ഒരു വാമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹിയർസേ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിരീക്ഷണമാണ്. അത് പറയേണ്ടി വരുന്ന സാഹചര്യം അത് ഇപ്പോൾ ഒരാൾ കൈക്കൂലി കൊടുത്തു, ആയിക്കോട്ടെ ഞാൻ പറയാം, ഒരാൾ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നു. ആ കൈക്കൂലി കൊടുത്തു എന്ന് അയാൾ പറയുന്ന രീതിയിൽ അയാൾ പോയതിന് തെളിവുണ്ട്, അയാൾ ഗേറ്റിൻ്റെ അവിടെ പോയതിന് തെളിവുണ്ട്, നേരത്തെ അങ്ങ് പറഞ്ഞതിൽ പോലീസുകാരന് തെളിവുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ ആരോപണം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൂഫ് ഉണ്ടെന്ന് വിജിലൻസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടു. അപ്പം ദെയർഫോർ കോടതി പറയുന്നത് അപ്പോൾ ഇതിനകത്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോയിന്റ്സ് ഒക്കെ നല്ല രീതിയിൽ അന്വേഷിക്കണം. അതെ, അതിനുള്ള കാരണം ഇനി ശബ്ദരേഖ അടക്കം നിലനിൽക്കുന്നുണ്ട്, പല ശബ്ദരേഖകളും. എന്തായാലും അതിന്റെ ഫൈൻഡിങ്സ് ഒന്നും നടത്തിയിട്ടുമില്ല. ഇനി ഒരു അന്വേഷണത്തിന്റെ ഒരു വളരെ സ്വസിദ്ധമായ ശൈലിയിൽ വളരെ ഫ്രീഡത്തോടുകൂടി സുകേശനിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഇനിയുള്ള ഒരു പക്ഷേ പോക്കിലേക്ക് എന്ത് ഘടകങ്ങൾ, വിട്ടുപോയ ഘടകങ്ങൾ, അന്നൊക്കെ സമ്മർദ്ദമായിരുന്നു. വിജിലൻസ് ഡയറക്ടർ ഇടപെടൽ വരാൻ പാടില്ല, കോടതിയുടെ മേൽനോട്ടം എപ്പോഴും കാണില്ലേ? തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ടേൺ ഔട്ട് എന്ന് പറയുന്നത് കോടതി വിധിയുണ്ട് ഇല്ലയെന്ന് പറയുന്നത്. കോടതി വിധിയെക്കാട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോടതിയുടെ ഈ പ്രൊസീഡിങ്സിൻ്റെ ഇടയിൽ വളരെ ശക്തമായ ഒരു ആരോപണം പെറ്റീഷണേഴ്സ് എല്ലാവരും പറഞ്ഞിരുന്നു. ഈ റഫർ റിപ്പോർട്ട് വരാൻ കാരണം വിജിലൻസ് ഡയറക്ടറുടെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആണ്. അത് ശരിയല്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സുപ്രീം കോടതിയിൽ അനേകം വിധികളുണ്ട്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഷുഡ് ടേക്ക് എ ഡിസിഷൻ ഇംപാർഷ്യലി, ഇൻഡിപെൻഡൻ്റ്ലി, അൺഇൻഫ്ലുവൻസ്ഡ് ബൈ എനി അതർ പേഴ്സൺ. അപ്പോൾ അങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു പരാമർശം വന്നു. കോടതി വിധി വന്നതിന് ഇമ്മീഡിയറ്റ്ലി ദ ഫസ്റ്റ് റിയാക്ഷൻ ഓഫ് ദ വിജിലൻസ് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു ചുമ്മാ ഒരു പോസ്റ്റ് അല്ല, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്. അതായത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് വിജിലൻസ് ഡയറക്ടറായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. വിജിലൻസ് ഡയറക്ടറായിട്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പോസ്റ്റ് ചെയ്യാറില്ല. വിജിലൻസ് ഡയറക്ടറായിട്ട് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹോണസ്റ്റി, ക്യാരക്ടർ, ഇൻറ്റഗ്രിറ്റി ഇതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. സോ ദീസ് ആർ ഓൾ ഫണ്ടമെൻ്റൽ തിങ്സ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥൻ സേസ്, അദ്ദേഹം പറയുന്നു ഹി ഹാസ് ടു വിഡ്രോ. വിചാരണയുടെ ഒരു ഘട്ടത്തിൽ പോലും പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പറയുന്ന ഒരു കാര്യം, അല്ലെ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ പറയുന്നു, സുകേശൻ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇടപെടലുകൾ തൃപ്തികരമല്ല എന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യം ആ അന്വേഷണം കിട്ടി. ഇതൊക്കെ വായിച്ച് ഇന്നിപ്പോൾ ജേക്കബ് തോമസ് എന്ന ADGP അല്പസമയം മുമ്പ് പ്രതികരിച്ച പ്രതികരണം ആശ്വാസകരമാണ്. അദ്ദേഹത്തിന് പോലും ബോധ്യമുണ്ട്, എക്സിക്യൂട്ടീവ് പരിശോധിച്ചാൽ ജേക്കബ് തോമസിനെ പോലുള്ള ADGP, അവിടെ സുകേഷിനെ പോലെയുള്ള സംശുദ്ധ ഉദ്യോഗസ്ഥൻ്റെ ഇതൊക്കെ പല ഘടകങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഇതിൻ്റെ ഗൂഢാലോചന ഇപ്പോഴും ഒരുപക്ഷെ നിയമതലത്തിൽ നിന്ന് അല്പം മാറി ചിന്തിച്ചാൽ നിഴലിക്കുന്നു. അതെ, മാത്രമല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഇടയിൽ നമ്മളെല്ലാവരും കോളേജിൽ നിന്നും പഠിച്ചിട്ടാണ് നമ്മൾ ഓരോ തൊഴിലേക്ക്, ചില രാഷ്ട്രീയത്തിന്, ചില വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ കോളേജിലെ ക്രീമായിട്ടുള്ള സ്റ്റുഡൻസ് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് മിടുമിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ് IAS, IPS, IRS വരുന്നത്. അവർ മണ്ടന്മാരൊന്നുമല്ല, ദേ ആർ ദ ബെസ്റ്റ് ക്രീം ഓഫ് ദ സൊസൈറ്റി. ദേ കം ഇൻ ടു സച്ച് പൊസിഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹീസ് വിഡ്രോയിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ഒരു IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ച് എത്രയോ പേരുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ടാണ് അയാൾ ഒരു IPS ഉദ്യോഗസ്ഥനായത്. നിങ്ങൾക്കോ എനിക്കോ ആ പോസ്റ്റ് കിട്ടിയില്ലല്ലോ. അപ്പം സച്ച് എ ബ്രില്യൻ ഫെലോ ആയ അദ്ദേഹം വിജിലൻസ് ഡയറക്ടറുടെ അകത്തിരിക്കുന്നു. അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കോർട്ട് ഓർഡർ ഹി സേസ് ദാറ്റ് ഐ വിൽ വിഡ്രോ. അത് വലിയൊരു ദുസൂചനയാണ്. കാരണം ഇന്നത്തെ എക്സിക്യൂട്ടീവ് സംവിധാനത്തിൽ വലിയ ദുസൂചന. അവിടെ ശ്രീ പത്മകുമാർ, ജോസഫ് മുത്തശ്ശേരി ദയവായി തുടരുക. താങ്കൾ എന്തായാലും അതിന്റെ മറുപടി താങ്കളിലേക്ക് എന്തായാലും വരണം. കാരണം എക്സിക്യൂട്ടീവിന്റെ നൽകുന്ന എന്ത് മെസ്സേജ്, ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ശ്രീ ജോസഫ് മുത്തശ്ശേരി ഇവിടെ ജേക്കബ് അടക്കം പറയുന്ന കാര്യം, അദ്ദേഹം പോലും ഇക്കാര്യത്തിൽ അതിന്റെ നിർണായക ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് തന്നെ മാറ്റിയത് എന്ന നിരീക്ഷണത്തിലേക്ക് അടക്കം പോയിരിക്കുന്നു. അതിന്റെ മറുപടിയിലേക്ക് എന്തായാലും താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. പുതുച്ചേരി
ഉണ്ട് ഉണ്ട്. ദയവായി തുടരുക. ഞാൻ പത്മകുമാറിന്റെ ഒരു ഇക്കാര്യത്തിലെ നിരീക്ഷണം കൂടി. ശ്രീ പത്മകുമാർ, അതെന്ത് മെസ്സേജാണ്? ഇത് ഇവര് എല്ലാ കാര്യത്തിലും മാണിയെ സംബന്ധിച്ച് ഇപ്പൊ സമഗ്രമായ അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ള ഡിഫൻസാണ് ഇവരെടുക്കുന്നത്, എല്ലാവരും എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ തുടരന്വേഷണം വരുമ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം, അക്കൗണ്ട് വെരിഫൈ ചെയ്യാനുള്ള നടപടികൾ എടുക്കണം, ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യണം. എഴുതി കൊടുക്കുന്ന ക്വസ്റ്റിന് മറുപടി അല്ലല്ലോ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ഇതിന് യുക്തമാണോ? അതാണ് പറയേണ്ടത്. അങ്ങനെ ഇത്രയും മന്ത്രിപദത്തിൽ എല്ലാ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളിനെ കസ്റ്റഡിയിലെടുത്ത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. മറ്റ് ആളുകളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതെ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ അന്വേഷണം സത്യം പുറത്തു കൊണ്ടുവരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ മാണി സാറാണ് ധാർമ്മികമായി നിലപാടെടുക്കേണ്ടത്. അതിന് പ്രേരിപ്പിക്കുകയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം. ആദ്യമേ അദ്ദേഹം എടുത്തിരുന്നെങ്കിൽ ഇതൊരു പക്ഷേ ആദ്യമേ മാണി സാർ ഇക്കാര്യം ആ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ മറ്റൊരു സന്ദേശം ഒരു പക്ഷേ ജനങ്ങൾക്കിടയിലെങ്കിലും നൽകാമായിരുന്നു. ഇതിപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ച് പൊതുവിൽ ഈ ഭരണത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തെളിവില്ലാ സംസ്ഥാനമായിട്ട് മാറി. ഒരു കേസിനും തെളിവില്ല. ഇപ്പോൾ സോളാർ കേസ് തെളിവില്ല, മറ്റേ ടൈറ്റാനിയം കേസ് തെളിവില്ല, ഭൂമിത്തെ കേസ് തെളിവില്ല, പാമോയിൽ കേസ് തെളിവില്ല സംസ്ഥാനം ഏതെന്ന് ചോദിച്ചപ്പോൾ കേരളമായി. എന്തുകൊണ്ട്? മാണിയുടെ പിന്തുണയോടുകൂടി ഉമ്മൻചാണ്ടി ഭരിക്കുന്നത്. ശ്രീ ജോസഫ് പുതുശ്ശേരി, കാരണം ഇന്ന് രാവിലെ KM മാണി സാറ് പാലായിൽ വെച്ച് മാധ്യമങ്ങളോട് നടത്തിയ മറുപടി, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹം ഒരു പക്ഷേ അതീവ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ മുഖത്തടക്കമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം വലിയ തോതിൽ ഒരു പക്ഷേ അദ്ദേഹത്തിലേക്ക് ഊർജം പകർന്നു. ഈ കഴിഞ്ഞ കാലങ്ങളിലും ഒരു പക്ഷേ ഇതിൻ്റെ അദ്ദേഹം രാജിവെക്കുന്നു തുടങ്ങിയ അഭ്യൂഹങ്ങളിലേക്ക് അടക്കം പോയി മാധ്യമങ്ങൾക്ക് മുന്നിൽ ശരീരഭാഷയിലൂടെയും ചില സൂചനകളിലൂടെയൊക്കെ തന്നെ അദ്ദേഹം മറുപടി നൽകിയിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയിൽ നിന്നും വലിയൊരു ഊർജം അദ്ദേഹത്തിലേക്ക് സന്നിവേശിക്കപ്പെടുന്നുണ്ട്. ഈ ഘട്ടത്തിലെങ്കിലും നേരത്തെ മാണി സാർ ചെയ്യാതെ പോയിരുന്ന ആ ഒരു ധാർമ്മിക വശം ഇന്നത്തെ പ്രതിപക്ഷം പറയേണ്ട, അത് മുഖവിലേക്ക് എടുക്കേണ്ട, മറ്റ് നിരീക്ഷകരടക്കം മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികളെ ഉൾക്കൊണ്ടുകൊണ്ട് മാറി നിന്നൊരു അന്വേഷണം, ഇവിടെ നിയമജ്ഞരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ സല്യൂട്ട് ചെയ്തിട്ട് ചോദ്യം ചെയ്യേണ്ടി വരുന്ന വലിയ ജനാധിപത്യ സംവിധാനത്തിലെ വലിയൊരു അസ്വാഭാവികത, അത് പല രീതിയിലുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു കോണ്ടസ്റ്റിൽ എന്തായാലും ചർച്ചകൾ ആ വഴിക്കായതുകൊണ്ട് വലിയ ഗുരുതരമായ സങ്കീർണമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് രാജിവെച്ച് മാറി നിൽക്കുക, അതിന് മുതിരുമോ? അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഞാൻ അങ്ങയോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, അങ്ങ് ഇത് കേരളത്തിലെ ആദ്യത്തെ കേസാണ് ഒരു മന്ത്രിയുടെ മുമ്പിൽ ഉദ്യോഗസ്ഥൻ സല്യൂട്ട് ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നത്. KM മാണിയെ അല്ലാതെ വേറെ ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പല ആളുകൾക്കും പലർക്കും വന്നിട്ടുണ്ട്. ചരിത്രം വസ്തുതാപരമായി സംസാരിക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് നേരിട്ടുണ്ടോ? ആ ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാരെയാണോ ചോദ്യം ചെയ്തത്? രാജിവെച്ചവരെയാണോ ചോദ്യം ചെയ്തത്? നേരിട്ടുണ്ടോ? ആദ്യമായിട്ട് സ്വീകരിക്കേണ്ട വരുന്ന ഒരു ഭയാനകമായ ചിത്രത്തെ കുറിച്ചൊക്കെ അങ്ങ് പാചാരനാവുന്നത് കേൾക്കുമ്പോ ഇത് കേരളത്തിലെ കാര്യത്തെ കുറിച്ചാണോ അങ്ങ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് പോട്ടെ ഇതുവരെ ഇന്നലെ വരെയുള്ള കാര്യങ്ങളെ ഓക്കെ ഞാനത് അംഗീകരിക്കും. പക്ഷെ ഇന്ന് കോടതി വിധിയുടെ പഴയ കാര്യങ്ങൾ വിട്ടുകള എന്തായാലും അതിൽ നിന്നുള്ള നേട്ടം അത് ഒരു വിമർശനമായി ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്നത് ഇന്നത്തെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അതൊന്ന് പുനഃപരിശോധിച്ചുകൂടെ? പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾ, ഏത് രാഷ്ട്രീയക്കാർ, എല്ലാവരും സ്വീകരിക്കുന്ന നിലപാടുകൾ കീഴ്വഴക്കങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും ഭാഗമായിട്ടാണ്. കേരളത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കീഴ്വഴക്കം പിന്തുടരുക എന്നുള്ളതാണ് ഏത് രാഷ്ട്രീയ മുന്നണിയിൽപ്പെട്ട ആളാണെങ്കിലും സ്വാഭാവികമായും ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ BJP നേതാവ് പത്മകുമാർ അല്ലേ പിന്നെ തെളിവില്ലാ സംസ്ഥാനം എന്ന് പറഞ്ഞത് അല്ലേ? അതെ. അദ്ദേഹത്തോട് ഞാൻ വിനയപൂർവ്വം ചോദിക്കാം, സോളാർ കേസ് സംബന്ധിച്ച് എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതാവ് K. സുരേന്ദ്രൻ സോളാർ കമ്മീഷന്റെ മുമ്പിൽ പോയി എന്ത് തെളിവാണ് കൊടുത്തത്? ഞാൻ പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നത് സൗകര്യമുള്ള കാര്യം, ആർക്കും ഒരു ചെലവുമില്ലാതെ നടക്കാവുന്ന
ഒരു വ്യവസായമാണ് ആരോപണം എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം ശ്രീ ജോസഫ് പുതുശ്ശേരി ഒന്ന് ഇടപെട്ടോട്ടെ, പൂർത്തിയാക്കാൻ സമ്മതിക്കാതിരിക്കുന്നതല്ല, ഒന്ന് ഇടപെട്ടോട്ടെ. കാരണം ഇന്ന് രാവിലെ മുതൽ പല മാധ്യമങ്ങളിൽ ചാനൽ ചർച്ചകളിലൊന്നും തന്നെ കോൺഗ്രസിലെ പ്രതിനിധികളെ പലരെയും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്, പല മാധ്യമങ്ങളിലും ആരുടെയും ഈ ഡിഫെൻഡിങ്ങിന് വേണ്ടി ആരെയും കാണുന്നില്ല, കോൺഗ്രസ് വക്താക്കളെ ആരെയും കാണുന്നില്ല. ഞങ്ങൾ തന്നെ പല നേതാക്കന്മാരെയും ബന്ധപ്പെടുമ്പോൾ വലിയ വിയോജിപ്പോടുകൂടി അവർക്ക് പോലും ഒരു ബോധ്യമുള്ളതുപോലെ ഇതിലെന്തായാലും ഇടപെട്ട് നാറുന്നില്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ട് അവർക്ക് പോലും കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ല? വലിയ ഒരു ഡിവിഷനിലേക്ക് പോകുന്നു ഒരുപക്ഷെ UDF പോലും ഇന്നത്തെ സാഹചര്യത്തിൽ. അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സ്വപ്നം കാണാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ആരെയാ നിങ്ങൾ ബന്ധപ്പെട്ടതെന്ന് എനിക്കറിയില്ല, അവരെന്താണ് സംസാരിക്കാത്തതെന്നുള്ളത് അവരോട് ഇല്ല ജോസഫ് പുതുശ്ശേരി, ഒരു മാധ്യമങ്ങൾ രാവിലത്തെ ചർച്ചകൾ താങ്കൾ ശ്രദ്ധിച്ചു കാണും, അവിടെയെങ്കിലും കോൺഗ്രസ് പ്രതിനിധികൾ വക്താക്കൾ ആരും പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിനെ കുറിച്ച് അറിയില്ല, അവരോട് ചോദിക്കേണ്ട ചർച്ചയിൽ പങ്കെടുക്കാതെ എന്നാണ് എന്ന് ഞാൻ മറുപടി പറയണമെന്ന് എന്നോട് ചോദിച്ചാൽ ശ്രീ പുതുശ്ശേരി സർക്കാരിന്റെ ഭാഗമാണല്ലോ. അവിടെ ഏറ്റവും വലിയ മാണിസാറിനെ പോലെയുള്ള വലിയ വ്യക്തി, മാണിസാറിനെ ആദരിക്കുന്ന UDF ഘടകകക്ഷികൾ അവരാരെയും കണ്ടില്ല ഡിഫെൻഡ് ചെയ്യാൻ. താങ്കളെ പോലെ താങ്കളുടെ എന്തായാലും ആവേശപരമായ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ചാനൽ ചർച്ചകളിലടക്കം. ഇങ്ങനെ ഒരു നിഗമനത്തിൽ അങ്ങ് എത്തിയത് എന്താണ് എന്ന് എനിക്കറിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ഈ മുന്നണിയുടെ അത് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം മാത്രമേ വന്നിട്ടുള്ളൂ. ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനെ വെടിവെച്ചാ പിന്നെ ഞാനെങ്ങനെ സംസാരിക്കുന്നത്? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഈ അസഹിഷ്ണുത കൊണ്ട് അങ്ങ് പ്രതീക്ഷിക്കുന്നെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഇല്ല പറഞ്ഞോളൂ. താങ്കൾക്ക് ഒരു മാധ്യമ പ്രവർത്തനം ഒരു അസഹിഷ്ണുതയുമില്ല. തുടരാം, ദയവായി തുടരാം, താങ്കൾക്ക് തുടരാം. അങ്ങ് പറഞ്ഞു മുന്നണിയിലെ ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞു. ചാനലിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഞാൻ കണ്ടു, ചാനലിൽ KPCC പ്രസിഡന്റിന്റെ പ്രതികരണം ഞാൻ കണ്ടു, ചാനലിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഞാൻ കണ്ടു, ചാനലിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് KPA മജീദിന്റെ പ്രതികരണം ഞാൻ കണ്ടു. കേരളത്തിലെ മുന്നണിയിലെ പ്രമുഖ കക്ഷികളുടെ പ്രമുഖ നേതാക്കന്മാരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം പുറത്തുവിട്ടിട്ടും ഒരു പ്രതികരണവും നടത്തിയില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് അങ്ങ് എന്നോട് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയണം എന്നറിയാതെ ഞാൻ കുഴങ്ങുകയാണ്. അത് സ്വാഭാവികമായും നേതാക്കൾക്ക് പ്രതികരിക്കാൻ എന്തായാലും അത് പോട്ടെ. താങ്കൾ എന്തായാലും ശ്രീ സുരേന്ദ്രൻപിള്ള കൂടി ചർച്ചയിലുള്ളത് കൊണ്ട് നേരത്തെ താങ്കൾ അടക്കം പറഞ്ഞല്ലോ, ഇതിന്റെ ഗ്രാവിറ്റി എന്തായാലും പഴയ ഉദാഹരണവുമായി അല്ലെങ്കിൽ പല ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ പഴയ സംഭവങ്ങൾ LDF ഭരണകാലത്തായാലും ഉണ്ടായിട്ടുള്ളതുമായി താരതമ്യപ്പെടുത്തേണ്ടതില്ല. എങ്ങനെ താങ്കൾ ആ ഒരു നിഗമനത്തിലേക്ക് പോയി? കാരണം ഇന്ന് ജേക്കബ് തോമസ് അടക്കം അല്പം മുമ്പ് പറഞ്ഞ കാര്യം, അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, വിജിലൻസ് ഡയറക്ടർക്ക് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം, ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇതൊക്കെ ഈ പറയുന്ന ഹിയർസയുടെ ഭാഗമാണോ?